ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാം ജീവിക്കുന്ന ഈ തലമുറ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തലമുറയിലാണ്. നാം ദൈവവചനത്തെ മുറുകെ പിടിക്കുകയും ദൈവവചനത്തെ വിശ്വസിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഭദ്രവും സുരക്ഷിതവുമായിരിക്കും. അതുകൊണ്ട് അതിന് ഉതകുന്ന രീതിയിലുള്ള വചനങ്ങളെല്ലാം ഒരു ദിവസങ്ങളിൽ നൽകുവാൻ തക്കോണം, പറയുവാൻ തക്കോണം കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് ഒരു വചനം 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 10 വാക്യങ്ങൾ വായിക്കാൻ തക്കോണം ആഗ്രഹിക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു, സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല, യഹോവയുടെ എതിർക്കുന്നവർ തകർന്നു പോകുന്നു. ഇത് ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ, തനിക്ക് മക്കളുണ്ടായിരുന്നില്ല. തൻ്റെ പ്രതിയോഗി, തൻ്റെ ശത്രു തന്നെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും ഈ ഒരു ബലഹീനത എടുത്തു കാട്ടിക്കൊണ്ട് അവൾ മച്ചിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കളിയാക്കിയും പരിഹസിച്ചും വന്നു. അവൾ ആരാധനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്തെല്ലാം അവളെ പരിഹസിച്ചുകൊണ്ട് ഇരുന്നു. നീ അങ്ങ് പോകാത്ത കുഴപ്പമേ ഉള്ളൂ, നിനക്ക് ദൈവം പോലും നിന്നെ കൈവിട്ടിരിക്കുകയാണ്, നീ പിന്നെ പോയിട്ട് എന്താണ് കാര്യം എന്നെല്ലാം പറഞ്ഞ് അവളുടെ പ്രതിയോഗി അവളെ നിരന്തരം കളിയാക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പല സമയത്തും ഭക്ഷണം കഴിക്കാതെ ഡിപ്രഷനിലും പലവിധ പ്രയാസങ്ങളിലൂടെ അവൾ കടന്നുപോയി. എന്നാൽ അവളുടെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം അവൾക്ക് നല്ല തുണയായിട്ട് നിന്ന് നല്ല ആശ്വാസവചനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തെങ്കിലും അവൾക്ക് ആശ്വസിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഇവിടെ തിരുവെഴുത്ത് പറയുകയാണ്, തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. ദുഷ്ടന്മാർ ഇങ്ങനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ദൈവമക്കൾക്ക് വിരോധമായി അന്ധകാരത്തിൽ ഇരുന്നുകൊണ്ട് ശാപവാർത്തകളെ ഉച്ചരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത വാക്യം പറയുകയാണ്, സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല, യഹോവയുടെ എതിർക്കുന്നവർ തകർന്നു പോകുന്നു. ദൈവത്തോടും ദൈവത്തിൻ്റെ മക്കളോടും എതിർക്കുന്ന ആളുകൾ തകർന്നു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒരു മനുഷ്യൻ അസൂയ നിമിത്തം നമ്മളെ പകയ്ക്കുകയും നമ്മളോട് മോശമായ വാക്കുകൾ, നമ്മളെക്കുറിച്ച് ഗോസിപ്പുകളൊക്കെ പറഞ്ഞു എന്ന് വന്നേക്കാം. അതുകൂടാതെ സാത്താന് തന്നെ വിറ്റുകൊടുത്ത ആത്മാക്കളുണ്ട്. അനേകം മനുഷ്യരും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പിശാചിനെ തന്നെത്താൻ തങ്ങളുടെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കും. പിന്നീട് അവരുടെ ജീവിതം നിയന്ത്രിക്കുന്നത് മുഴുവൻ പിശാചായിരിക്കും. ആ പിശാച് ദൈവമക്കൾക്കെതിരെ എപ്പോഴും ദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ദൂഷണ വാക്കുകളും കയ്പും ശാപവും അവരുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. എന്നാൽ തിരുവെഴുത്ത് പറയുകയാണ്, തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ കർത്താവ് കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. അവർ ദൈവമക്കൾക്കെതിരെ ഉയർത്തുന്ന ശാപവാർത്തകളെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയായി പോവുകയും അവരെ അന്ധകാരത്തിൽ ഇരുളിൽ അവർക്ക് മിണ്ടുവാൻ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ വായ ദൈവം അടച്ചു വയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ദൈവമകനെതിരെ, ഒരു ദൈവങ്ങൾക്കെതിരെ എന്തെല്ലാം മന്ത്രവാദങ്ങൾ ഉച്ചരിച്ചാലും അതെല്ലാം തിരികെ ചെന്ന് അവർക്ക് അവരുടെ ശരീരത്തിലെ, അവരുടെ സമ്പത്തിലെ, അവരുടെ നന്മകളിലെ, അവരുടെ പാരമ്പര്യത്തിലെ, അവരുടെ കുടുംബത്തിലെല്ലാം അനേക അനർത്ഥങ്ങൾ വരുത്തുന്നു എന്നുള്ളത് അനേകരുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് കാണുവാനും കേൾക്കുവാനൊക്കെ ഇടയായിത്തീർന്നുണ്ട്. ദൈവം തൻ്റെ വിശുദ്ധന്മാരുടെ കാലം, നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്ന ഈ തലമുറ എന്ന് പറയുന്നത് ഭയങ്കര കാപട്യം നിറഞ്ഞൊരു തലമുറയാണ്. അതായത് നമ്മളെ പിന്നിൽ നിന്ന് തള്ളിയിട്ടതിന് ശേഷം നമ്മളെ തന്നെ അവരെ അറിയാത്ത രീതിയിൽ വന്ന് വീൽ ചെയറിൽ ഇരുത്തിയതിന് ശേഷം വീൽ ചെയർ തള്ളുന്ന രീതിയിൽ നമ്മളെ സഹായിക്കാനായിട്ട് വരുന്ന മറഞ്ഞിരിക്കുന്ന ദുഷ്ടനായിട്ടുള്ള ധാരാളം മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അവർ തന്നെ നമ്മളെ വീഴിക്കാൻ ശ്രമിക്കുകയും അവർ തന്നെ നമ്മളെ തള്ളിയിടുകയും അവർ തന്നെ എന്നിട്ട് നമ്മളെ സഹായിക്കുന്ന രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്യുന്ന ആളുകൾ നമുക്ക് നമ്മുടെ ചുറ്റിലും കാണുവാൻ സാധിക്കും. ഇവിടെ കർത്താവ് പറയുകയാണ്, യഹോവയുടെ എതിർക്കുന്നവർ, കർത്താവിനോട് എതിർക്കുന്നവർ തകർന്നു പോകും, തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. നമ്മുടെ നടപ്പിനെ, നമ്മുടെ ഇടപാടുകളെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനത് കാക്കുക തന്നെ ചെയ്യും. നമ്മുടെ കാലുകളെ വീഴിക്കുവാനായിട്ട് കുഴി കുഴിക്കുന്നവർ ആ കുഴിയിൽ വീഴും. നമ്മുടെ കാലുകളെ വലയിൽ അകപ്പെടുത്താൻ ശ്രമിക്കുന്നവർ അതേ വലയിൽ അവർ അകപ്പെടും. അതെ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ യാത്രയെ, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ഹന്ന എന്ന് പറയുന്ന സ്ത്രീ അനുഭവിച്ച അപമാനങ്ങൾ ചെറുതായിരുന്നില്ല, നിന്ദകൾ ചെറുതായിരുന്നില്ല. വളരെ അവൾ അനുഭവിച്ചു. ഒരു മക്കളില്ലാത്തതിൻ്റെ പേരിൽ അവളുടെ പ്രതിയോഗി അവളെ അതിഭയങ്കരമായ നിലയിൽ അവളെ പ്രയാസപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും എല്ലാം ചെയ്തു. എന്നിട്ട് അവൾ ഒരു ദിവസം അവൾ വളരെ വ്യസനത്തോടെ ദൈവസന്നിധിയിൽ പോയിരുന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ ആശ്വാസം വരികയും ദൈവം അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നെ അവൾ കരഞ്ഞില്ല. എന്നാൽ ദൈവം അവളുടെ നിന്ദകളെ മാറ്റി, അവളുടെ അപമാനങ്ങളെ മാറ്റി അവൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു. അപ്പോൾ അവൾ പാടുന്ന ഒരു പാട്ടാണ്, മച്ചി 7 പ്രസവിക്കുന്നു. എന്നിട്ട് അവൾ പറയുന്ന, അന്ധകാരത്തിൽ ദുഷ്ടന്മാർ മിണ്ടാതെയാകുന്നു. ഇപ്പോൾ വായ അടഞ്ഞു പോയി. ദൈവമക്കളെ കുറ്റം പറഞ്ഞ് നിന്ദിച്ച് അപമാനിച്ച് ഏഷണിയും ദൂഷണവും പറഞ്ഞ് ഒടുവിൽ ഇപ്പോൾ അന്ധകാരത്തിൽ അവർ മിണ്ടാതെയാകുന്ന രീതിയിൽ ദൈവം അവരെ തകർത്ത് കളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ വായ് ദൈവം അടച്ചു കളഞ്ഞു. അതേ പ്രിയ ദൈവമക്കളെ, നമുക്ക് വിരോധമായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ സഭയ്ക്ക് വിരോധമായി സംസാരിക്കുന്ന അനേക ദുഷ്ടന്മാർ ഇരുളിലുണ്ട്. അവർ ഇരുളിൽ നിന്ന് നമുക്കെതിരെ അമ്പുകൾ എയ്യുമ്പോൾ
നമുക്ക് ഒരു പരിചയമായിട്ട് നമ്മുടെ കർത്താവ് നമുക്ക് കൂടെയുണ്ട്. നമ്മുടെ കാലുകളെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മുടെ തലമുറകളെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മുടെ സമ്പത്തിനെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുകയാണ്, നേരില്ലാത്ത വർത്തമാനമാണ് അവർ പറയുന്നത്, അവരുടെ ഉള്ളു മുഴുവൻ നാശകൂപമാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയെ പോലെയാണ്, ചീഞ്ഞതും പുഴുത്തതും മാത്രമാണ് അവരുടെ തൊണ്ടയിൽ നിന്ന് വരുന്നത്. അവർ മധുരവാക്ക് പറഞ്ഞാൽ പോലും അവർ നാവ് കൊണ്ട് അപവാദം പറയുന്നവരാണ്. അവർ നമ്മളോട് നല്ല സുഖിപ്പിക്കുന്ന വർത്തമാനം എല്ലാം പറയും, മാറിയിട്ട് നമ്മളെക്കുറിച്ച് കുറ്റം പറയുകയും ചെയ്യും. ഇത് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-15 വാക്യങ്ങൾ പറയുകയാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. നമുക്കറിയാം, ഒരു ശവക്കുഴി തുറന്ന അതിൻ്റെ അകത്ത് കാണുന്ന എന്താ, ചീഞ്ഞതും അഴുക്ക് പിടിച്ചതും ആകെ കുഴപ്പം പിടിച്ചതുമായിട്ടുള്ള അസ്ഥികളും അഴുക്ക് പിടിച്ച ശരീരങ്ങളോ ചീഞ്ഞ ശരീരങ്ങളുമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവർ നാവ് കൊണ്ട് ചതിക്കുന്നു, അവരുടെ അധരങ്ങൾക്ക് കീഴെ സർപ്പവിഷമുണ്ട്. ശത്രു നമ്മളെ വീഴിക്കുവാൻ വേണ്ടി, നമ്മളെ നിരാശയിലാക്കുവാൻ വേണ്ടി, നമ്മളെ അപമാനിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ചില കൂട്ടങ്ങൾ, ചില തീരുമാനങ്ങൾ, അതെല്ലാം നമുക്ക് വലിയ ദുഃഖവും പ്രയാസവും ഉളവാക്കിയെന്ന് തോന്നിയേക്കാം. എന്നാൽ ദൈവം പറയാണ്, അവരുടെ സ്വഭാവ രീതിയാണത്. അവരുടെ ശാപവും കയ്പും അവരുടെ വായിലേക്ക് തന്നെ ദൈവം തിരിച്ചുവിടും. അവരുടെ കാൽ ഓടുന്നത് ആരെങ്കിലും വീഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പിശാചിനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരു നന്മയും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. കാരണം അവൻ ദൈവമക്കളെ ഉപദ്രവിക്കുവാൻ, ദൈവമക്കളെ വീഴിക്കുവാൻ, ദൈവമക്കളെ ചതിക്കുവാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ നാശം അതിഭയങ്കരമായിരിക്കുമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അവർ അന്ധകാരത്തിൽ മിണ്ടാതെയായി പോകും, ഇരുട്ടിലേക്ക് ദൈവം അവരെ തള്ളിയിടും. മിണ്ടാൻ കഴിയാത്ത രീതിയിൽ ദൈവം അവരുടെ വായടച്ചു വയ്ക്കും നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാവ് 57-ന്റെ 20-21 വാക്യങ്ങൾ, ദുഷ്ടന്മാരോ കലങ്ങി മറയുന്ന കടൽ പോലെയാകുന്നു, അതിനെ അടങ്ങിയിരിക്കാൻ കഴിയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് ദൈവം അരുളിച്ചത്. നമുക്ക് അറിയാൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിരോധമായി ഒളിവിടങ്ങളിലും മറവിടങ്ങളിലും രഹസ്യമായും പരസ്യമായും നമുക്ക് വിരോധമായി അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന, നിന്ദകൾ പറഞ്ഞു വരുത്തുന്ന ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് ചേറും ചെളിയും പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുക. അവർക്ക് സമാധാനമില്ല. ദൈവം പറയുക, അവർക്ക് സമാധാനമില്ല. അവരിങ്ങനെ ദൈവമക്കളെ കുറിച്ച് പറഞ്ഞ് ഒടുവിൽ അത് സഹിക്കിടുമ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യും. അതിൻ്റെ സങ്കീർത്തനങ്ങൾ 50-ന്റെ 16-17 വാക്യങ്ങളിൽ ദുഷ്ടനോട് ദൈവം അരുളിച്ചെയ്യുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. കുറേ നാളുകൾ ദൈവം ദീർഘക്ഷമയോടുകൂടി നോക്കിയിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ നിന്ദിക്കുന്നത് നിർത്തുക, എൻ്റെ കുഞ്ഞുങ്ങളെ അവമാനിക്കുന്നത് നിർത്തുക, എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് നിർത്തുക. അനേക വാണിങ്ങും താക്കീതുകളും കൊടുത്തിട്ടും അവർ കുഴിച്ച കുഴിയിൽ അവർ വീഴുക. നമ്മളെ വീഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ കുഴിയിൽ കിടന്ന് വീണ്ടും നമ്മളെ വീഴിക്കുവാൻ അവർ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. അവർ കുഴിച്ച കുഴിയിൽ അവരുടെ കാല് തന്നെ അകപ്പെടും. അവർ വിരിച്ച വലയിൽ അവരുടെ കാല് തന്നെ അകപ്പെടും. അവരുരുട്ടിയ കല്ല് അവരിലേക്ക് തന്നെ തിരിഞ്ഞുകൊള്ളും. എന്നിട്ടും അവരടങ്ങുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ദൈവം പറയുകയാണ്, ഞാൻ കീറിക്കളയും. ഒരു മനുഷ്യനും ഒരു മന്ത്രവാദിയും ഒരു പിശാചിനും നിങ്ങളെ വെടിവെക്കാൻ കഴിയില്ല. അതേ പ്രിയ ദൈവജനമേ, യുദ്ധത്തിൽ മുന്നോട്ട് പോവുക, ധൈര്യമായിരിക്കുക, പ്രതിയോഗിയുടെയും ശത്രുവിൻ്റെയും വാക്കുകൾ കേട്ട് നിരാശപ്പെടാതിരിക്കുക. നമ്മുടെ ദൈവം വലിയവനാണ്, അവൻ നമ്മുടെ പരിചയമാണ്, നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ കോട്ടയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്വർഗ്ഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ബലപ്പെടുവാൻ, ദൈവത്തിൻ്റെ മക്കൾക്ക് ബലപ്പെടുവാൻ, കർത്താവ് ഇരുട്ടിൽ കർത്താവ് ശത്രുക്കൾ മിണ്ടാതെയാകുമെന്നുള്ള ഞങ്ങളുടെ വചനത്തിനായിട്ട് സ്തോത്രം. അവിടെ ഞങ്ങളുടെ കാലുകളെ സൂക്ഷിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല, ദൈവം കീറിക്കളയും. അതുകൊണ്ട് ഇന്ന് ഈ വചനം ഏതെങ്കിലും ഒരു പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവനെ നടത്തണമേ. കർത്താവ് മറ്റൊരുവരിലും രക്ഷപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും യേശുവിൻ്റെ നാമത്തിൽ അവൻ രക്ഷ പ്രാപിക്കുവാൻ തക്കണം. ദുഷ്ടന് സമാധാനമില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. അവൻ സമാധാനം ഉണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരുവാൻ തക്കണം. ഇന്നത്തെ വചന കേൾവി ഇത് കേൾക്കുന്ന ഇത് കാണുന്ന ഏതെങ്കിലും മന്ത്രവാദി ഏജന്റുമാരുണ്ടെങ്കിൽ അവർ മനം തിരിയുവാൻ തക്കൊണ്ട് ഇടവരുത്തണമെന്ന് നിങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. എല്ലാ അടിയങ്ങൾക്കും വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.